ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സൗണ്ടടപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഭാഗവതം കൂടെ ഇടാഞ്ഞത്. മക്കൾ ചോദിച്ചല്ലോ, പിന്നെ അമ്മ ഇടുന്നില്ലയോ എന്താന്ന്, കാരണം അറിയത്തില്ലല്ലോ, ഇത് ചെല്ലാൻ ഞാൻ ധരിക്കുമല്ലോ. സുഖമില്ലാത്തതുകൊണ്ടാണ് മക്കളെ സൗണ്ട് വല്ലാതെ അങ്ങ് സൗണ്ടടപ്പുകൊണ്ട് അത്രയും നമുക്ക് പിന്നെ അത്രമാത്രം നമുക്ക് ഊർജം കഴുത്തിൽ നിന്ന് എടുക്കാൻ പാട്. നന്നായി ഇങ്ങനെ എടുക്കണം ശക്തി, അപ്പോൾ നീര് വീണ്ടും ഇതിന് വരുന്നു. ഇപ്പോഴും ശരിയായില്ല. എപ്പോഴും ഇങ്ങനെ കഫം ഇങ്ങനെ ആക്കുന്നതുകൊണ്ടാണ് കൂടുതലും. അതുകൊണ്ട് എല്ലാ മക്കളും ക്ഷമിക്കുക. ഇതിനകത്ത് ആർത്തിയുള്ള മക്കൾക്ക് അങ്ങനെ തോന്നുകയോ എനിക്ക് മാത്രം കിട്ടാത്തതാണോ ഒരു വെപ്രാളം വരും. അത് സത്യമാണ്. എന്തുകൊണ്ടാണ് അത് കിട്ടാഞ്ഞെന്നൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് കാരണം. അതിതാ സംഭവം. എനിക്ക് നാമമൊന്നും ചെല്ലാനൊന്നും വയ്യാത്തതുകൊണ്ടാണ് മക്കളെ. എന്നാലും നമ്മൾ എന്തോരാ വായിച്ചെന്ന് നാമം ചെല്ലാനുള്ള അതായത് മുറിഞ്ഞ് പോകണം പെട്ടെന്ന് ഇത് സൗണ്ട് ചിലത് വെളി വരത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ അസുഖമായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പനിയൊക്കെയായി കിടക്കുന്നു വത്സലാമകളും, അങ്ങനെ ഒരുപാട് മക്കൾക്ക് വേണ്ടി നമ്മുടെ ലോകം മൊത്തവും ഉണ്ടല്ലോ വേദനിക്കുന്ന മക്കൾ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവ്വമക്കളും എല്ലാ ആരോഗ്യവും ആയുസ്സും രോഗശാന്തിയും എല്ലാം ആവണം. പിന്നെ ഭഗവാന്റെ കൃപയും അനുഗ്രഹവും എല്ലാം ഉണ്ടാകണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മളിവിടെ സോമവംശ രാജോൽപത്തിയാണ് വായിച്ചത് കുറച്ച്. അത് അത്രിയുടെ മകനായ ചന്ദ്രൻ, അതായത് ശശാങ്കൻ, സോമൻ, അദ്ദേഹം ലോകങ്ങളെല്ലാം ജയിച്ചു, രാജസൂയമൊക്കെ കഴിച്ചു. അങ്ങനെ വീര്യവും വിത്തും ധനവും ഒക്കെ അതായത് വിത്തൻ ധനമാണ് എല്ലാം ആയപ്പോൾ മതം കൊണ്ട് എന്ത് വന്നു, ഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയെ കൊണ്ടുകളഞ്ഞു. അങ്ങനെ താരയെ കൊണ്ടുപോയപ്പോൾ അവിടെ എന്ത് വന്നു, സുരന്മാരും അസുരന്മാരായിട്ട് സങ്കരം ഉണ്ടായി. പണ്ടിവണ്ണം രണം കണ്ടിട്ടില്ല ആരും, അത്രമാത്രം വലിയ യുദ്ധം വന്നു. അങ്ങനെ വൃത്താന്തമെല്ലാം കേട്ടപ്പോൾ എന്ത് വന്നു, വിരിഞ്ചൻ ചെന്ന് സമരം പിൻവലിക്കാൻ പറഞ്ഞു. അങ്ങനെ സോമനെയൊക്കെ ഭർസിച്ചുകൊണ്ട് ഗുരുവിന് സോമമുഖിയായ ഭാര്യയെ നൽകിനാൻ. അങ്ങനെ ഗുരുവിന് താരയെ തിരിച്ചു കൊണ്ട് കൊടുത്തു. അപ്പോൾ താരയ്ക്ക് ഒരു കുട്ടിയുണ്ട്, ഗർഭം ഉണ്ടായത് കണ്ട് ബൃഹസ്പതി എന്ത് ചെയ്ത്, ദുർഭഗേ ഗർഭം ത്യജിക്കുന്ന ചൊല്ലിനാ, ഈ കുട്ടിയെ കൊണ്ട് എന്തിനാ ഇവിടെ വന്നത്, അതിനെ കളയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ ഗുരുവൻ എന്നോട് പുത്രൻ ഇവനെന്ന് ചൊല്ലിനാൻ. എന്താ കാരണം, ത്യജിച്ച് ആ കുട്ടിയെ ത്യജിച്ച് താര കളഞ്ഞു വെച്ചാൽ അതിൻ്റെ ഉടമസ്ഥനായിരിക്കും. അപ്പോഴെന്ത് വന്ന്, ഈ ബാലന് ഉജ്ജ്വലമായി തേജസ്സുണ്ടായി, നല്ല ഉജ്ജ്വലമായിട്ടുള്ള ശോഭയുണ്ടായപ്പം ഗുരു തന്നെ പറയാണ്, ഇത് എൻ്റെ ഇവനെന്ന് ചൊല്ലിനാൻ. അപ്പോൾ ആ കുട്ടിക്ക് അത്രമാത്രം തേജസ് കണ്ടപ്പം ഗുരു വിചാരിച്ചു ഗുരുവിൻ്റെ മകനാണെന്ന്. അങ്ങനെ പിന്നെ അതുകൊണ്ട് ഈ പുത്രൻ ഇവനെന്ന് സോമനും പറയുന്നു. ഈ ശശാങ്കൻ ചന്ദ്രൻ അവർ തമ്മിൽ വിവാദം മുഴുക്കയാൽ താരയോട് ആശ ചോദിച്ചു, എന്താ ആരുടെ പുത്രൻ ഇവനെന്ന് കേട്ട് അവൾ എന്തു പറഞ്ഞു, ഒന്നും മിണ്ടാതെ നിന്ന് നാണിച്ചിട്ട്. അങ്ങനെ ബാലൻ തന്നെ, ഈ കുട്ടി തന്നെ അവസാനം എന്ത് ചെയ്തു, ദേഷിച്ച് മാതാവിനോട് ഇത് പറയുന്നു. പിന്നെ എന്താ കോപിച്ച് തന്നോട് മാതാവിനോട് പറയുന്നു, ഒന്നുമേ മിണ്ടാതെ നിൽക്കുന്നത് എന്താ, നീ ചൊല്ലുക, തന്നോട് ദോഷങ്ങളൊക്കെയും ഇല്ല, ഇത് കൊണ്ട് ഇനി കുറ്റമൊന്നും ഉണ്ടാവത്തില്ല, അതുകൊണ്ട് യഥാർത്ഥം പറയൂ എന്ന് കുട്ടി പറഞ്ഞു. അന്നേരം വിരിഞ്ചൻ എന്ത് ചെയ്തു, ബ്രഹ്മാവ് താരയെ മന്ദം വിളിച്ച് ചോദിച്ചു, മധുരമായി ചോദിച്ചു, ആരുടെ പുത്രൻ ഇവനെന്ന് എന്നോട് നേരെ പറക, ഒരു കുറ്റവും വരത്തില്ല എന്നത് കേട്ടപ്പോൾ വിരിഞ്ചനോട് അവൾ പറഞ്ഞു, ഇത് ചന്ദ്രൻ്റെ മകനാണ്, ചന്ദ്രതനയൻ എന്നപ്പോഴും. അവന് ഈ സോമനും ചന്ദ്രനും ശശാങ്കനെല്ലാം തിങ്കളും ഒക്കെ ചന്ദ്രൻ്റെ പര്യായപദങ്ങൾ, അതുകൊണ്ട് ഇത് സോമൻ്റെ മകനാണ്. അപ്പോൾ തന്നെ വിരിഞ്ചൻ എന്ത് ചെയ്ത്, ആ കുട്ടിയെ സോമന് കൊടുത്തു. അങ്ങനെ സോമൻ എന്ത് ചെയ്തു,
സന്തോഷമായിട്ട് സ്വീകരിച്ച് അങ്ങനെ സൗഖ്യമായി വന്നത് സോമന് സന്തോഷമായി. സോമാത്മജൻ തൻ്റെ ബുദ്ധി ദൈർഘ്യം കണ്ട് ഈ കുട്ടിയുടെ ബുദ്ധിയുടെ അത്രമാത്രം വൈഭവം കണ്ട് അത്രമാത്രം ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായപ്പം അതിന് ബുധൻ എന്ന നാമം വിളിച്ച് കുട്ടിക്ക് പേരിട്ടത് ബുധൻ. ബുധൻ എന്ന് വെച്ചാൽ വിദ്വാനാണ്. അത്രമാത്രം ബുദ്ധിയും സാമർഥ്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിദ്വാനാണ് നമ്മൾ പറയത്തില്ലേ, അയാൾ നല്ല വിദ്വാനാ, അതെന്നാൽ ബുധൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ബുധൻ എന്ന് വിരിഞ്ചൻ, അത് ബ്രഹ്മാവ് ആ കുട്ടിക്ക് പേര് നൽകി. അങ്ങനെ ഈ പുത്രൻ എന്ത് ചെയ്ത് ഇള എന്ന് പറഞ്ഞൊരു സ്ത്രീയിൽ പുരൂരവസ് എന്ന ആ കുട്ടി വളർന്ന് അതിന് പുരൂരവസ് എന്ന പേരായ ഒരു മകൻ ജനിച്ചു ഈ ബുധന്. അപ്പോൾ താരയ്ക്ക് കൊച്ചുമകനായി. ഇന്ദ്രലോകം മൊത്തം പുകഴുന്ന ഈ കുട്ടിയെ കൊണ്ട്, ഈ ബുധൻ്റെ മകനെ കൊണ്ട് എല്ലാം പ്രശസ്തമായി. ദേവലോകത്തെല്ലാം അത്രമാത്രം കീർത്തിയായി കുട്ടി. അത്രമാത്രം നല്ല സുന്ദരനും എല്ലാം കൊണ്ടും കേമനായപ്പോൾ കന്ദർപ്പ പീഡ പെരുക്കയാൽ ഉർവശി മന്ദമന്യേ ചെന്ന് ഭൂപതിയോട് പറഞ്ഞു. അതായത് ഈ കന്ദർപ്പ ലീലാത ഈ അപ്സരസ് ഗന്ധർവന്മാരെക്കാളും സുന്ദരവും പ്രസിദ്ധനും ആയതുകൊണ്ട് ഉർവശിക്കൊരു മോഹം, മർത്യന് ഭാര്യയായി വന്നിടണമെന്ന് മിത്രാവരുണ ശാപത്തിന് ബലം കൊണ്ട് ഒരു ശാപവും കിട്ടിയിട്ടുണ്ട് ഈ ഉർവശിക്ക്. മിത്രാവരുണ ശാപം എന്താ, മർത്യന് മനുഷ്യന് ഭാര്യയായി വരണമെന്ന്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് ഈ ഒരു സന്തോഷമായിട്ടുള്ള ഈ ഒരു കീർത്തിയൊക്കെ ഉള്ളൊരു ഈ ബുധൻ്റെ മകനെ, അതായത് പുരൂരവസിനെ ഭർത്താവായി വേണമെന്നുള്ള രീതി കാമിച്ച് ചെന്ന് പുരൂരവസനോട് ചോദിച്ചു മധുരമായി. അപ്പം മിത്രാവരണ ശാപം ബലം കൊണ്ട് ഇവർക്ക് ഇങ്ങനൊരു മനുഷ്യൻ്റെ ഭാര്യ ആവണമെന്ന് അതും നരന് അങ്ങനെ വന്നപ്പോൾ കാമിച്ച് ചെന്നൊരു നേരം പുരൂരസോട് ചോദിച്ചു. ചെന്നു അവൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ സന്തോഷമായിട്ട് തന്നെ മധുരമായി പുരൂരസ് പറയുവാണ്. അതാണ് നമ്മൾ അവിടെ വരെ വായിച്ചു നിർത്തിയത്. ഇവിടെ മർത്യനു ഭാര്യയായി വന്നിടുകെന്നത് മിത്രാവരണ ശാപത്തിൻ ബലത്തിനാൽ കാമിച്ചു ചെന്നൊരു നേരം പുരൂരവസ് ആമോദമോട് ചോദിച്ചു മധുരമായി. സന്തോഷമായിട്ട് പറഞ്ഞു. ഭാര്യ വധൂജനമൗലി രത്നമായി വസിച്ചിടും ഉർവശീ ദേവി തവ സ്വാഗതം ഭവിച്ചിതോ. നിന്നെ കണ്ടത് മൂലം എന്നുടെ ജന്മത്തിനും വന്നിതു നേത്രങ്ങൾക്കും സാഫല്യം മനോഹരേ. നിന്നെ കണ്ടപ്പോൾ എനിക്ക് സാഫല്യമായി മനോഹരേ. നിന്നോടൊരുമിച്ചു കാമലീലകൾ ചെയ്യുവാൻ എന്നുള്ളിൽ അഭിലാഷമെത്രയും വളരുന്നു എന്നതു കേട്ട നേരം ഉർവശി താനും ചൊന്നാൾ. അങ്ങനെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാകുന്നു, എനിക്ക് നിന്നോട് ഒരുമിച്ച് കഴിയാനുള്ള അഭിലാഷമുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ ഉർവശി പറയുന്നു, സുന്ദരാകൃതേ ഞാനും വന്നതിന്ന് അതുതന്നെ കാമസുന്ദര നിന്നെ കാമിക്കാതിരിക്കുമോ. കാമിനീ ജനം ദേവനാരിമാരെന്നാകിലും എന്നതുകൊണ്ടു ഞാൻ ഒന്നിച്ചു വാണിടുവൻ. ഇന്നു ഞാനൊരു വാക്കു ചൊല്ലുവൻ കേൾക്കാ ഭവാൻ. ഞാനും എൻ്റെയും ആഗ്രഹം അങ്ങനെയാണ്. കാമസുന്ദര നിന്നെ ആരെങ്കിലും ആഗ്രഹിക്കാതിരിക്കുമോ. കാമിനി ജനം ദേവനാരി ആയാൽ പോലും നിന്നെ കാമിക്കാതിരിക്കുമോ. അതായത് ദേവനാരി ആയാൽ കൂടി അങ്ങനെ സംഭവിക്കും. പിന്നെ ഉണ്ടോ. അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. ഞാൻ ഒന്ന് പറയുന്നു കേൾക്കാം. ഉണ്ടെനിക്കിന്നു 2 മേഷബാലന്മാരത് കണ്ടാലും ഭവാൻ മമ പുത്രരെക്കാളും പ്രിയം. ഈ തടസ്സം കൊണ്ടാണ് എനിക്ക് നിർത്തിവെച്ചത്. കഫം ഇങ്ങനെ അവിടെ നിന്ന് പോകത്തില്ല. നമ്മൾ എന്ത് വിചാരിച്ചാലും അവിടെ തന്നെ അങ്ങ് കെട്ടിക്കിടക്കും. താഴോട്ടും അത് മേലോട്ട് കാകിച്ച് തുപ്പാനോ ഒന്നും വരത്തില്ല. അത് അവിടെ ഇങ്ങനെ അടഞ്ഞങ്ങനെ ഇരിക്കുക. അതിന് ഈ അന്തരീക്ഷം മാറുകയോ എന്തോ ചില സമയത്ത് അങ്ങ് നല്ലതാവും. അതെന്താ കാരണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അന്തരീക്ഷത്തിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് മേഷം, അതായത് ആട്, മേടം ആട് പോലെ മേഷവും മേടത്തിന് പറയും. അതുകൊണ്ട് 2 ആടുകളുണ്ട്. അതാണ് ഈ ആട് മക്കളെക്കാളും എനിക്ക് പ്രിയമാണ്. അതുകൊണ്ട് ഉണ്ടെനിക്കിന്ന് 2 മേഷബാലന്മാരത് കണ്ടാലും ഭവാൻ മമ പുത്രരെക്കാളും പ്രിയം. കാത്തുകൊള്ളുക വേണം അവരെ വിശേഷിച്ചും പാർത്ഥിവ ശിഖാമണി. പിന്നെ ഒന്ന് കേൾനീ, ഇനിയും ഉണ്ടൊരു കാര്യം. മെത്തമേലെന്നെ നഗ്നനായി കണ്ടിടുക നിന്നെ, അതായത് ഈ പുരൂരവസിനെ
കിടക്കയിൽ മെത്തയിൽ നിന്നെ ഇനി നഗ്നനായി കണ്ടിടുകിൽ തത്ര ഞാൻ ഗമിച്ചിടും സത്യമെന്നറിഞ്ഞാലും. ഗമിക്കുക എന്നാൽ പോവുക എന്നാണെന്ന് തോന്നുന്നത്. കാരണം ആഗമനം വരിക എന്നാണല്ലോ. അപ്പം ഗമനം, പോവുക. അങ്ങനെ നിന്നെ ഞാനിനി കിടക്കയിലെങ്ങാണം വസ്ത്രമില്ലാതെ കണ്ടാൽ, നഗ്നനായി കണ്ടാൽ ഞാൻ പോകും സത്യമെന്നറിഞ്ഞാലും. അങ്ങനെ തന്നെ എന്ന് ഭൂപതി പ്രവരനും അങ്കനാമണിയോട് ഒന്നിച്ചു വാണിടിനാൻ. അങ്ങനെ സന്തോഷമായിട്ട് അവർ കഴിഞ്ഞു. അന്യോന്യ അനുരാഗം മുഴുത്തു വരികയാൽ ഒന്നിച്ചു കാമലീല ചെയ്തവർ അഹോരാത്രം ദേവതോ ഉദ്യാനങ്ങളിൽ ക്രീഡിച്ചു മരുവിനാർ. അവർ ഉദ്യാനങ്ങളിലെല്ലാം നന്നായി ക്രീഡ നടത്തി ഇങ്ങനെ സഞ്ചരിച്ച് സന്തോഷം കൊണ്ടും കാമലീലകളായിട്ട് അങ്ങനെ സന്തോഷമായിട്ട് അവരിങ്ങനെ കറങ്ങി നടന്നു. കേവലം കാലം പോയതേതുമേ അറിഞ്ഞില്ല. സമയങ്ങൾ ഇങ്ങനെ പോയതൊന്നും അവരറിഞ്ഞില്ല. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത്തരം ബഹുകാലം കഴിഞ്ഞോരനന്തരം അത്തലോട് ഉർവശിയെ കാണാഞ്ഞു മഹേന്ദ്രനും ഗന്ധർവന്മാരെ തിരഞ്ഞിടുവാൻ നിയോഗിച്ചു. ഇങ്ങനെയെല്ലാം പോയിട്ടും അവിടെ തിരയുന്നു. ഗന്ധർവന്മാർ ഇവരെ തിരക്കുന്നു. ഇവരിങ്ങനെ ചാടി പോരുന്നത് അവരുടെ ഒരു ശാപം കൊണ്ട്. ആരോ മിത്രവരണന്മാർ ശപിച്ചത് കാരണമാണ് മർത്യന് ഭാര്യയായി വരണമെന്ന്. അതുകൊണ്ടാണ് അവരിങ്ങനെ വന്നത്. അതുകൊണ്ട് അവിടെ ഇവരെ തിരക്കുന്നു ഗന്ധർവന്മാർ. അങ്ങനെ മഹേന്ദ്രനും ഗന്ധർവന്മാരെ തിരഞ്ഞിടുവാൻ നിയോഗിച്ചു. ഗന്ധർവന്മാരും ചെന്നു രാത്രിയിൽ നിർവാന്തികയെ ചെന്നുടൻ മേഷ ബാലയുഗ്മത്തെ പിടിച്ചപ്പോൾ ഖിന്നത പൂണ്ട് കരഞ്ഞിടിനാൻ മേഷങ്ങളും. അങ്ങനെ ആടുകളെ, അത് ബാലയുഗ്മം എന്ന് വെച്ചാൽ 2 ഇരട്ടയാണ്. അപ്പോൾ 2 പേര്, 2 ആട്ടിൻകുട്ടികളെ ആര് പിടിച്ചു? ഈ ഗന്ധർവന്മാർ വന്ന് പിടിച്ചു. കുട്ടികൾ കരഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കാണും ഇവിടെ ഉണ്ടെന്ന്. ഖിന്നത പൂണ്ട് കരഞ്ഞിടിനാർ മേഷങ്ങളും. ആട്ടിൻകുട്ടികൾ കരഞ്ഞു. ഈ യുഗ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഓജം യുഗ്മം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളെങ്കിൽ ഓജോ എന്ന് പറയുമായിരിക്കും. ഇവിടെ 2 യുഗ്മം, 2 അതുകൊണ്ട് ഒച്ച കേട്ട് അത് നേരെ ഉർവശി ചൊല്ലിയിടിനാൾ. ഉർവശി സ്ത്രീ അല്ലേ, അതുകൊണ്ട് അവർ ഒച്ച കേട്ട് ഇറങ്ങി വരാൻ അവർക്ക് പറ്റത്തില്ലായിരിക്കാം. അതുകൊണ്ട് അവർ പറഞ്ഞു, നിശ്ചയം ചോരർ വന്ന് കൊണ്ടുപോയി മേഷങ്ങളെ അന്ധനാകിയ ഭവാൻ എന്തിപ്പോൾ ഇളകാത്തു. ഇവരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, മക്കളെക്കാളും എനിക്ക് പ്രിയമാണ് എന്നെല്ലാം ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടാണല്ലോ അവിടെ തങ്ങിയത്. അപ്പോൾ എന്ത് വന്നു? ഇയാൾ ഈ പുരൂരസ് കേട്ടിട്ട് അനങ്ങുന്നില്ല. കേട്ടോ എന്തോ ഉറക്കമാണോ? അപ്പോൾ ഉർവശി ഇത് കേട്ടു. എന്താ അന്ധനാകിയ, അതായത് ഇത്രയും അറിവില്ല എന്ന് അതിനകത്ത് അർത്ഥമുണ്ട്, കണ്ണ് കാണാത്തൊരെന്നും അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം അദ്ദേഹത്തിന് ഇതൊരു മൈൻഡല്ല. ഈ കുട്ടികളെ കൊണ്ടുപോയാൽ എന്താ എന്ന് വിചാരിച്ച് കാണും. പുരൂരസല്ലയോ മറ്റേ പിന്നെ ഉർവശിയുടെ മക്കളിന് തുല്യമായിട്ടല്ലേ അവർക്കല്ലേ അത്ര സ്നേഹം. അതുകൊണ്ട് അന്ധനാകിയ ഭവാൻ എന്തിപ്പോൾ ഇളകാത്ത, എന്താ എഴുതിക്കാത്തത്? ഇതിനെ ഈ ആട്ടിൻകുട്ടികളെ പിടിച്ചോണ്ട് പോയിട്ട് കള്ളന്മാർ കൊണ്ടുപോയിട്ട് എന്താ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നത്? ബന്ധുവാ എനിക്കൊരു പുരുഷനില്ലല്ലോ, എനിക്കൊരു പുരുഷൻ ബന്ധുവായിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിനെ ശ്രദ്ധിച്ച് വിടാൻ, അതിനെ പിടിച്ചോണ്ട് വരാൻ കള്ളന്മാരെ അടുക്കൽ നിന്ന് എന്നിങ്ങനെ വിഷമിച്ച് അവർ പറഞ്ഞപ്പോൾ പുരുഷനും ഇല്ലല്ലോ, നാരിയും പുരുഷനുമല്ലാത്ത ജനങ്ങളെ പാരാതെ വിശ്വസിച്ചാൽ ഇങ്ങനെ വരുമല്ലോ. അപ്പം ആണും പെണ്ണും കെട്ടവനായിട്ടാണല്ലോ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. അതിനെ അങ്ങനെ ഉള്ളവരെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ വന്ന് കിടന്നത് ഈ കുട്ടികളെയും കൊണ്ട്. അതുകൊണ്ട് എനിക്കിത് പിന്നെ ഇങ്ങനെയെല്ലാം വരുമല്ലോ. ഇത്തരം പലവിധം ക്രൂരവാക്യങ്ങൾ കേട്ടു ചിത്തത്തിൽ കോപത്തോട് ഉത്ഥാനം ചെയ്തു നൃപൻ. അപ്പോൾ കോപത്തോടെ അദ്ദേഹം അവിടെ ചാടി പറഞ്ഞ് എണീറ്റ് ദേഷിച്ചിട്ട് കോപത്തോടെ ഇങ്ങനെയെല്ലാം ഒരു വിഷമങ്ങൾ പറയുമ്പോൾ അവർക്ക് അയാളെ നഗ്നൻ അല്ല എന്തോ അയാളെ അന്ധനെന്നും ഒക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ അതൊക്കെ അതുപോലെ ആണും പെണ്ണും, അതായത് നാരിയും പുരുഷനും അല്ലാത്ത ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെന്താ രണ്ടും പുരുഷനല്ല എന്നതിന് അർത്ഥം വരുന്നത്. എന്നാൽ സ്ത്രീയാണോ അതുമല്ല, പുരുഷനാണോ അതുമല്ല. അങ്ങനെയുള്ളവരെ അത് ഇങ്ങനെ വഴക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത് രണ്ടും കൽപ്പിച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു ഉത്തരവാദിത്വം വേണ്ടി അതിനുവേണ്ടി പറയുന്നതാണ് ഇങ്ങനെ ഈ സ്ത്രീകളുടെ ചില കുഴപ്പങ്ങൾ അതൊക്കെ. അതുകൊണ്ട് ഇത്തരം പലവിധം ക്രൂരവാക്യങ്ങൾ കേട്ട് ചിത്തത്തിൽ കോപത്തോടെ ഉത്ഥാനം ചെയ്ത് എണീറ്റിട്ട് ഖഡ്ഗവും എടുത്ത് ആശുകൂർ ഇരുട്ടത്ത് തന്നെ, വാളും എടുത്തിട്ട് കുറ്റാക്കുറ്റി ഇരുട്ടത്ത് തന്നെ. അവിടെ വന്ന് വെട്ടമൊന്നും ഉള്ള കാലമല്ലല്ലോ.
ഇരുട്ടത്ത് തന്നെ നിർഗമിച്ചതു. ശബ്ദം കേട്ടൊരു ദിക്ക് നോക്കി, ശബ്ദം കേട്ട് ആ ദിക്ക് നോക്കി അദ്ദേഹം അവിടെ നിന്ന് കോപം കൊണ്ടപ്പോൾ നഗ്നൻ താനെന്ന് നനച്ചില്ല. അവിടെ കിടന്ന് ഉറങ്ങിയ ആളല്ലേ, അപ്പോൾ ദേഷ്യത്തോടെ എണീക്കുമ്പം വസ്ത്രമൊന്നും ഉണ്ടോയെന്ന് ദേഷിച്ച് അങ്ങോട്ടും ഇടയ്ക്ക് അലഞ്ഞു പൊറിഞ്ഞൊക്കെ എണീച്ച് പോകും. ആ ഒരു മനസ്സ് അങ്ങനെ ആകുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചില്ല അദ്ദേഹത്തിന് വസ്ത്രമല്ലോ ഉണ്ടോ എന്ന്. അങ്ങനെ കോപം കൊണ്ടപ്പോൾ നഗ്നൻ താനെന്ന് നനച്ചില്ല, അറിഞ്ഞില്ല. വേപതു പൂണ്ടു വാളുമിളക്കി ചെല്ലും നേരം മായയാ മിന്നൽ ഒന്ന് നിർമ്മിച്ചു ഗന്ധർവന്മാർ. ഗന്ധർവന്മാരുടെ ഈ മായയാൽ ഒരു മിന്നൽ, ഒരു വെട്ടം പെട്ടെന്നൊന്ന് ഒരു മിന്നൽ പോലെ ഒന്ന് മിന്നി കാണിച്ചു. അത് ഗന്ധർവന്മാരുടെ ഈ വാളും ഇളക്കിക്കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലായി ആരോ വരുന്നുണ്ടെന്ന്. ആട്ടുംകുട്ടികളെ കൊണ്ടുപോകാൻ അപ്പോൾ അവർ മിന്നായം പോലെ ഒരു മിന്നലൊന്ന് പ്രകാശിപ്പിച്ചു. അപ്പോഴെന്ത് വന്നു? ആയതാക്ഷിക്ക് കാട്ടിക്കൊടുത്തു നരേന്ദ്രനെ. അപ്പോൾ ഈ ആയതാക്ഷി വെച്ചാൽ നീണ്ട കണ്ണുകളോട് കൂടിയുള്ളപ്പോൾ ഇദ്ദേഹം പോയ വഴിക്കേ അവരുടെ കണ്ണ് നീണ്ടു വന്നിട്ടുണ്ട്. അതാണ് നീണ്ട. അപ്പോൾ എങ്ങോട്ട് പോകുന്നതെന്നറിയാം. അവർ മുറിക്കകത്തോ വെളിയിലോ ഇറങ്ങി നോക്കിക്കാണും. അല്ലെങ്കിൽ സുന്ദരിയായ സ്ത്രീയുടെ കണ്ണെന്നും പറയാം. അപ്പോൾ ഈ ആയതാക്ഷിക്ക് കാട്ടിക്കൊടുത്തു ഈ നരേന്ദ്രനെ, പുരൂരവസിനെ. എന്താ കാരണം? അവർ കണ്ടത് എന്താ? കണ്ടാൽ എന്ത് വരും? നഗ്നനാണെന്ന് അവർ കാണും. ഇരുട്ടത്ത് കാണത്തില്ലല്ലോ, അതുകൊണ്ട് മിന്നലൊന്ന് മിന്നി കാണിച്ചത് ഗന്ധർവന്മാർക്കറിയാം ഈ ശാപങ്ങളും എല്ലാം. അതുകൊണ്ട് ആയതാക്ഷിക്ക് കാട്ടിക്കൊടുത്തു നരേന്ദ്രനെ. മേഷശാപകങ്ങളെ വീണ്ടിട്ട് സരപസം രോഷേണ നരപതി കൊണ്ടിങ്ങി പോന്നിടിനാൻ. അങ്ങനെ ഈ മേഷക്കുട്ടികളെ, ആട്ടിൻകുട്ടികളെയൊക്കെ വീണ്ടെടുത്തിട്ട് രോഷേണ ദേക്ഷിച്ച് നരപതി അതാ പുരൂരസ് കൊണ്ടിങ്ങി വന്നു. ഉർവശി തന്നെ തൽപ്പയെ കാണാഞ്ഞ് ദുഃഖത്തോടും. ഉർവശി കിടന്ന തൽപ്പത്തിൽ അവിടെ ആ കിടക്കയിൽ കണ്ടില്ല ഉർവശിയെ. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ ഊഹിച്ച് പറയുവാണ്, ഞാനിത് പഠിച്ചതോ പഠിച്ചതോ ഒന്നുമല്ല, ഞാനിപ്പോൾ ഇതിനു വേണ്ടി വായിച്ചെടുത്തതാണ്. കഴിഞ്ഞ വർഷം എന്തോ വായിച്ചു പോയി കാണും, അതെൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഇങ്ങനെ ഇത് രണ്ടും തൊട്ട് അടുക്കടക്ക വായിച്ചാലേ നമ്മളെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ, അല്ലേ മറന്നു പോകും. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ മറന്നു പോകും. നമ്മൾ ഒരു 5-6 വട്ടം ഇത് വായിച്ച് മനസ്സിൽ പിടിച്ചാൽ പിന്നെ പോകത്തില്ല, മറക്കത്തില്ല. അത് ഇനിയുള്ള പ്രായം അങ്ങനെ അല്ലല്ലോ. അതുപോലെ ഞാൻ ഒരുപാട് കാര്യം ഇതുകൂടെ വായിച്ചിട്ടുണ്ട്, ഒന്നും ഓർമ്മയിലില്ല. അപ്പോൾ എന്ത് വന്നു? ഉർവശി തന്നെ കണ്ടില്ല വന്നപ്പം. അപ്പോൾ ഈ ഉർവശി മിന്നൽ മിന്നിയപ്പോൾ ഈ ഗന്ധർവന്മാർ വെട്ടം കാണിച്ചപ്പോൾ ഉർവശി ഇവൻ നഗ്നനാണെന്ന് കണ്ടാൽ പിന്നെ ഇവിടെ നിൽക്കത്തില്ല, പോകും, ഗമിക്കുമെന്നാണല്ലോ പറഞ്ഞൊരു ഒരു വാക്ക്. അതുകൊണ്ട് അവർ പോയതാണ്. അപ്പോൾ രോഷേണ നരപതി കൊണ്ടിങ്ങി പോന്നിടൻ ആട്ടിൻകുട്ടികളെ ഉർവശി തന്നെ തൽപ്പയെ കാണാഞ്ഞ് കിടന്നിടത്ത് കാണാഞ്ഞ് ദുഃഖത്തോടും ഉർവീശൻ മത്തന്മാരെ പോലെ അങ്ങ് എല്ലായിടവും സഞ്ചരിച്ച് ഉർവശിയെ തിരഞ്ഞു നടക്കുമ്പോൾ, അപ്പോൾ ഉർവശിയുടെ ഭർത്താവിനെ ഉർവീശൻ എന്ന് പറയും. പുരൂരവസനെയാണ് ഈ ഉർവീശൻ എന്ന് പറയുന്നത്. ഉർവീശൻ മത്തന്മാരെ പോലെ അങ്ങ് എല്ലായിടവും സഞ്ചരിച്ച് ഉർവശിയെ തിരഞ്ഞു നടക്കുമ്പോൾ അഞ്ചാതെ കുരുക്ഷേത്രേ ചെന്നിതങ്ങ് ഒരു ദിനം. എല്ലായിടവും പോകുന്നിടത്തെല്ലാം തിരക്കും. ഈ ഉർവശി എവിടാന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി ഒരു ദിവസം കുരുക്ഷേത്രത്തിനവിടെ ചെന്നു. നോക്കി തിരഞ്ഞ് അവിടേക്ക് എത്തി ഒരു ദിവസം. അന്നേരം സരസ്വതി തീരത്തങ്ങ് ഉർവശിയെ മിന്നലെന്നതുപോലെ കണ്ടു ഭൂപതി ശ്രേഷ്ഠൻ. ഈ രാജാവായ ഈ പുരൂരവസ് ശ്രേഷ്ഠനാണ്. അദ്ദേഹം ഈ സരസ്വതി തീരത്ത് ഉർവശിയെ ഒന്ന് മിന്നായം പോലൊന്ന് കണ്ടു. ചൊല്ലിനാൻ മമ രായേ നിൽക്ക് നീ ചെറ്റ് അല്പസമയം ചെറ്റ്, അതായത് അല്പസമയം ഒന്ന് നിൽക്കൂ എന്ന് ആ കണ്ടപ്പോൾ തന്നെ ഇയാൾ മമ രായേ നിൽക്ക് ഇനി ചെറ്റ് ചൊല്ലുവാനുണ്ട് മമ ഗൂഢമായ അവസ്ഥകൾ, എനിക്ക് രഹസ്യമായി കുറച്ച് പറയാനുണ്ട്, ഒന്ന് നിൽക്കൂ. എന്നെ നീ വെടിഞ്ഞിടുന്നതാകിലോ ഞാനും തവ മുന്നിൽ നിന്ന് ആശു ജീവത്യാഗം ചെയ്തിടുവാൻ. നീ എന്നെ വെടിഞ്ഞു പോയാൽ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ മരിച്ചു കളയും. എന്നുടെ ദേഹം ഇന്ന് മൃഗങ്ങൾ തിന്നിടണം. എൻ്റെ ദേഹം ഞാൻ മരിക്കുമ്പോൾ മൃഗങ്ങളൊക്കെ തിന്നണം. പിന്നെ ഞാൻ സ്വർഗേ വന്ന് നിന്നോട് ചേർന്നിടുവൻ. ഇത്തരം കേട്ട നേരം ഉർവശി ചൊല്ലിയിടിനാൾ. അങ്ങനെ എൻ്റെ ദേഹം ഈ മൃഗങ്ങളൊക്കെ തിന്നുമ്പോൾ ഞാൻ സ്വർഗേ വന്ന് നിന്നോട് ഞാൻ ചേരും. അപ്പോൾ ഉർവശി പറയുന്നു, ഇത്തരം ചൊല്ലായികടോ പുരുഷനല്ലോ ഭവാൻ, നാരിമാർക്കില്ല സത്യം സ്നേഹവും അകതാരിൽ. അപ്പോൾ ഇത്തരം പറയാതടോ, ഇയാൾ പുരുഷനല്ലേ താങ്കൾ, അത് ഭവാൻ, ഇയാളെന്നല്ല ഭവാൻ പുരുഷനല്ലോ, നാരിമാർക്കില്ല സത്യം സ്നേഹവും അകതാരില്ല. ഉള്ളിൽ അല്പം പോലും സ്നേഹമോ സത്യം എന്നുള്ളത് ഒന്നും ഈ സ്ത്രീകൾക്കില്ല.
ആരെയും അവർക്കില്ല, കാര്യസാധ്യമേ ഉള്ളൂ. അവർക്ക് കാര്യസാധ്യമേ ഉള്ളൂ. അവർ അല്ലാതെ അവർക്ക് ആരോടൊരു സ്നേഹമില്ല. നാരിമാരോടും മൃഗങ്ങളോടും സഖ്യം ആരുമേ മോഹിക്കല്ല. ചഞ്ചലം അവർ ചിത്തം, അവരുടെ മനസ്സ് ചഞ്ചലമാണ്. അതുകൊണ്ട് ഈ സ്ത്രീകളെയും മൃഗങ്ങളെയും, അതായത് പൂച്ച, പട്ടി, നായകൻ അല്ല പട്ടി നായക ഒന്നാണ്, നായ, പൂച്ച, കുരങ്ങ്, കുറുക്കൻ എന്നിവരെയൊക്കെ നമ്മൾ അങ്ങനെ സ്നേഹിച്ചാൽ അവർക്കുള്ള മനസ്സ് ചഞ്ചലമായിട്ട് അവർ നിൽക്കത്തില്ല. അവരെങ്ങോട്ട് പോകുന്നു അങ്ങോട്ടങ്ങ് പൊയ്ക്കളയും. അതുകൊണ്ട് അവർക്കൊക്കെ ഈ വിശക്കുമ്പോൾ വല്ലതും കഴിക്കണം എന്നുള്ള ഈ മൃഗങ്ങൾക്കും. അതുകൊണ്ട് അവർക്ക് സ്നേഹം എന്തെന്ന് അറിയാത്തതുകൊണ്ട് നാരിമാരോടും മൃഗങ്ങളോടും മൃഗങ്ങൾ എന്ന് വെച്ചാൽ ഈ എല്ലാ ഇങ്ങനെയുള്ള മൃഗങ്ങളാണ്, ഈ കൊച്ചു നായും പൂച്ചയൊക്കെ, അങ്ങനെയുള്ളവരുടെ സഖ്യം ആരുമേ മോഹിക്കുമല്ല. ചഞ്ചലം അവർ ചിത്തം മനസ്സ് ചഞ്ചലമാണ്. ഉൽപ്പല നേത്രമാർക്കും കാന്തപുത്രാദികളെ സ്വല്പമാ അർത്ഥത്തിന് കൊല്ലുവാൻ മടിയില്ല. അതുകൊണ്ട് മക്കളെയും, അതായത് ഭർത്താവിനെയും പുത്രന്മാരെയെല്ലാം ഈ ഉൽപ്പല നേത്രമാർക്ക് അർത്ഥത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി കൊല്ലുവാൻ പോലും അവർ മടിക്കത്തില്ല. എങ്കിലും ഭവാൻ എന്നോടൊന്നിച്ച് വസിക്കണമെങ്കിലോ ഗന്ധർവന്മാരെ നീ ഭജിച്ചാലും സന്തോഷിച്ചവർ എന്നെ തന്നിടും ഭവാനിടോ. സന്താപം വേണ്ട, മമ ഗർഭമുണ്ട്, അത് കാണുക. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്ക് മമ ഗർഭമുണ്ട്, എൻ്റെ ഉള്ളിൽ ഗർഭമുണ്ട്. എങ്കിലും ഭവാനോട് ഒന്നിച്ച് വസിക്കണമെങ്കിൽ അത് അപ്പോൾ എനിക്കൊരു കുട്ടി ഉള്ളിലുണ്ട് താങ്കളുടെ ഭവാൻ്റെ. പക്ഷേ ഒന്നിച്ചിങ്ങനെ വസിക്കണമെങ്കിൽ ആരെ പ്രാർത്ഥിക്കണം? ഗന്ധർവന്മാരെ നീ ഭജിച്ചാലും അവർ സന്തോഷിച്ച് അവരെന്നെ നിനക്ക് തന്നിടും ഭവാനടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സുഖം ഒന്നിച്ചൊരു രാത്രിയിൽ നമുക്ക്, അതായത് ഗർഭമുണ്ട് അത് കാണുക. വത്സരം തികയുമ്പോൾ ഇവിടെ വരിക നീ, അതായത് 1 വർഷം വേണമല്ലോ പ്രസവത്തിന്. അതുകൊണ്ട് വത്സരം തികയുമ്പോൾ ഇവിടെ വരിക നീ, സസുഖം ഒന്നിച്ചൊരു രാത്രിയിൽ രമിച്ചിടാം. ഇനി അങ്ങനെ ഒരു രാത്രിയിലേ പറ്റത്തോളം തോന്നുന്നു. അതുകൊണ്ട് ഒരു രാത്രിയിൽ രമിച്ചിടാം. അന്നും ഉണ്ടാകും തവ പുത്രന്മാരെന്ന് ചൊല്ലി മന്ദമെന്നേ മറിഞ്ഞിടിനാൾ ഉർവശിയും. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഉർവശി മറഞ്ഞു. ഒരു കുട്ടി വയറ്റിൽ ഉണ്ടെങ്കിൽ പിന്നെ അവരിങ്ങനെ അങ്ങ് പോയ, ഇനി ഞാനിങ്ങനെ കുട്ടിയെ കൊണ്ട് വരാമെന്നൊക്കെ അതിന് പറയാം. നമുക്കത് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. മക്കൾക്കെല്ലാം സുഖം ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, പരമാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകണം. പനി പിടിച്ച് കിടക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വത്സല എന്നോട് ഇതിൽ കമൻസ് ചെയ്തു, വയ്യമ്മേ എങ്കിൽ കേൾക്കാതിരിക്കാൻ നിവർത്തിയില്ല, അത്രമാത്രം എനിക്ക് കേട്ടേ പറ്റൂ, എങ്കിൽ തീരെ വയ്യ. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം മക്കളെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.